ഹായ് കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെ കുറച്ച് ഒരു സന്തോഷമുണ്ടായി. സന്തോഷം എന്നല്ല, നമ്മളെല്ലാ ദിവസവും ഹാപ്പി ആണെങ്കിൽ ഇന്നലെ നമ്മളുടെ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് പോകാനൊരു ഭാഗ്യമുണ്ടായി എനിക്ക്. അത് എന്താ പറയുക, പോകാത്തവരോട് ഞാൻ പറയാം, അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഭയങ്കര ആ നിലാനദിയിൽ കുളിക്കാനും അവിടെ ആ മണൽത്തരിയിലൊന്നും നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഹിസ്റ്ററിയിലൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ പോകാനുള്ളൊരു ഭാഗ്യം ഇന്നലെ എനിക്ക് കിട്ടി. എന്താ പറയുക, ഒരുപാട് അനുഭവങ്ങൾ. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പുറകോട്ട് പോയി ആ നിലാനദിയിൽ. ഇവിടെ നിന്നെല്ലാം കുളിച്ച് വൃത്തിയായി എല്ലാം നീറ്റായിട്ടൊക്കെ പോയതാണ്. പക്ഷേ അറിയാതെ എന്തോ ആ നദിയിലൊന്ന് കാല് വെച്ചപ്പോൾ അറിയാതെ അവിടെ ഒന്ന് മുങ്ങിക്കുളിച്ച് അറമാദിച്ചു എന്ന് തന്നെ പറയാം. വളരെ സന്തോഷമായിട്ട് ആ പുഴയിൽ കുളിച്ച് ഈറനെടുത്ത് ആ ക്ഷേത്രങ്ങളിൽ പോകാനും ആ മണൽത്തരി അവിടുത്തെ യാഗങ്ങൾ കാണാനും എല്ലാം ഒരു ഭാഗ്യമുണ്ടായി. ഒരുപാട് സന്തോഷം. അപ്പോൾ അതെനിക്ക് എൻ്റെ കൂട്ടുകാരുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. പോകാത്ത ഒരുപാട് പേരുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മളത് തുടങ്ങാൻ പോകുമ്പോൾ നമുക്കത് നടത്തിക്കില്ല, സ്റ്റേ വാങ്ങാൻ പോകുന്നു എന്നെല്ലാം പറഞ്ഞിട്ടും എത്രയോ ലക്ഷം ജനങ്ങളാണ് അവിടെ വരുന്നത്. എണ്ണിയാൽ തീരില്ല, അത്രയും ആളുകൾ അവിടെ വരുന്നുണ്ട്. ഞാനൊരു ഹിന്ദു തന്നെയാണ്. ഞാൻ എപ്പോഴും ഹിന്ദുവിനെ കുറ്റം പറയുന്ന ഒരാളാണ്. ഹിന്ദുവിന് ഐക്യമില്ല, കൂട്ടായ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണ്. പക്ഷെ ഇന്നലെ എനിക്കത് തിരുത്തി പറയേണ്ടി വന്നു. എത്രയോ ലക്ഷങ്ങളാണ് അവിടെ ആളുകൾ വന്നിരുന്നത്. ഒരുപാട് സന്തോഷമായി, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടി. ആ പുഴയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കുളിക്കണ്ടായെന്ന് വിചാരിച്ച് ചെന്ന് ഞാൻ അവിടെ കുളിച്ച് കയറേണ്ടി വന്നു എനിക്ക്. പിന്നെ ക്ഷേത്രങ്ങൾ, പിന്നെ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഉഷ ചേച്ചി അവിടെ എനിക്ക് കാണാൻ പറ്റി. ഉഷ ചേച്ചിയെ നേരിട്ട് കണ്ടു. ഞങ്ങൾ അറിയുന്ന ആളുകളാണ്, പക്ഷെ നേരിട്ട് കാണുന്നത് ഇതാണ്. പിന്നെ പറയാൻ ഇതൊന്നുമല്ല ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ അവിടെ കണ്ടൊരു കാഴ്ച, എന്ത് ക്ലീനാണ് അവിടെ കിടക്കുന്നതെന്നറിയോ. ആ മണൽത്തരിയും ആ നിളയും ഒക്കെ എത്ര സുന്ദരിയായിട്ടാണ് അവിടെ കിടക്കുക. ഒരു അഴുക്ക് പോലും ഇല്ല. അത് ഇത്രയും ലക്ഷം ജനങ്ങൾ വന്നിട്ട് ഒരു അഴുക്ക് പോലും അവിടെ ഇല്ലാതെ എത്ര ക്ലീനായിട്ടാണ് അവിടെ കൊണ്ടുപോയി. ഞാൻ 2023 ശബരിമല പോയിരുന്നു. സത്യം പറയാം, അയ്യപ്പനെ കുറ്റം പറയുന്നതല്ല, ഞാൻ ദൈവവിശ്വാസിയാണ്. ശബരിമല പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് ശ്വാസം മുട്ടും അലർജിയുമായി 3-4 മാസം പിടിച്ചു എൻ്റെ അസുഖം മാറാനായിട്ട്. അവിടെ ഇത്രയും, ഞാൻ പറയുന്ന ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളാണ്, ഇത്രയും വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സ്ഥലം വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു ഐക്യവേദിയോട്, സർക്കാരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, അത് നമുക്കറിയാം. എന്തെങ്കിലും ഇത്രയും വരവുള്ളൊരു ശബരിമല ക്ഷേത്രത്തിൽ അത്രയും അഗ്ലിയായിട്ടാണ്, സുകുമാരൻ നായർ പറഞ്ഞ പോലെ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ, അത്രയും മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഭരിക്കുന്നവർ ഇതൊന്ന് കാണേണ്ടതാണ്. നിളയുടെ തീരത്ത് വന്ന് അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതും അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടതും സേവാഭാരതിയാണ്. എടുത്ത് പറയാതിരിക്കാൻ വയ്യ. എത്ര പിള്ളേരാണ്, എത്ര സഹോദരങ്ങളാണ് അവിടെ ആ സേവാഭാരതി പ്രവർത്തനങ്ങളിൽ. എന്ത് ശാന്തമാണ് ആ സ്ഥലം. ഇത്രയും ലക്ഷങ്ങൾ വന്നിട്ടും ഒരു ഇതുമില്ലാതെ ഭക്ഷണം കഴിക്കാനും ശാന്തത. വളരെ ചിട്ടയോടെ ക്യൂ നിന്ന് ക്ഷമയോടെ നിന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. വളരെ ആ സേവാഭാരതിക്കാരെ ഞാൻ പറയുന്നു, എത്ര പ്രശംസിച്ചാലും അവരെ മതിയാവില്ല. അത്രയും അവരവിടെ ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. അവർ സമർപ്പിക്കുകയാണ്, സേവനമാണ് അവരുടെ ചെയ്യുന്നത്. ഇത് ശബരിമല ഭരിക്കുന്ന സർക്കാരായാലും ശരി, ആരായാലും ശരി, ഇതൊന്ന് കാണേണ്ടത് തന്നെ. അവിടെ ഒന്ന് പോയി കാണണം. എങ്ങനെയാണ് ഇവരിത്, സംഘികളെയും കാവ്യൊക്കെ കാണുമ്പോൾ ചൊറിഞ്ഞു കയറുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ ഇതൊന്നും അവിടെ പോയി കാണേണ്ടതാണ്. എങ്ങനെയാണ് അവരിത് ഡീൽ ചെയ്ത് പോകുന്നതെന്നുള്ളത്. അതുപോലെ അവിടെ ഭക്ഷണം അന്നദാനം ചെയ്യുന്ന മോഹൻജി, സത്യം പറയാൻ ഞങ്ങൾ മോഹൻജിയുടെ അന്നശാലയിൽ പോയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എത്ര നന്ദി പറഞ്ഞാലും അദ്ദേഹത്തോട് മതിയാവില്ല. എത്രയോ പേർക്കുള്ള ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് മോഹൻജിയുടെ പേര് എടുത്ത് പറഞ്ഞത്. ഞങ്ങൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ഉപ്പുമാവാണ്. എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ അതിന്. കഴിക്കാൻ പറ്റാതെ, അതും ആവശ്യത്തിന് വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയും കടപ്പാടും നമുക്ക് ഉണ്ടാവണം. അത്രയും അവരവിടെ സമർപ്പിക്കുന്നുണ്ട്, അവർ സേവ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഭരിക്കുന്ന സർക്കാർ സംഘികൾ നടത്തുന്ന കാര്യങ്ങളിൽ ഇടയ്ക്കൊന്ന് പോയി കാണേണ്ടതാണ്. എങ്ങനെയാണ് ഇവരിത് കൊണ്ടുപോകുന്നത്, കൊണ്ട് നടക്കുന്നത്, ഇത്രയും ചിട്ടയോടെ എങ്ങനെ ഇത് ഡീല് ചെയ്യുന്നു എന്നൊക്കെ അന്ന് അവർക്കൊരു വെറ്റിലെ അടക്കിയൊക്കെ വെച്ചൊന്ന് പഠിക്കേണ്ടതാണ്.
എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് പോകാൻ പറ്റാത്തവരോട് ഞാൻ എൻ്റെ ഇന്ന് കൂട്ടുകാരെയൊക്കെ പറഞ്ഞോളൂ, കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്, പറഞ്ഞോളൂ. അതൊരു നഷ്ടം തന്നെയാണ് പോയില്ലെങ്കിൽ. ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഇതവിടെ ഉണ്ടാവാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹരിദ്വാറിലൊന്നും ഇവിടെ നടന്നപ്പോഴൊന്നും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല, കേട്ടിട്ട് പഠിച്ചിട്ടൊക്കെ ഉള്ളൂ നമ്മളിതിനെക്കുറിച്ച്. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ഇന്നത്തോടെ ഇത് അവസാനിക്കുകയാണ്. ഒരുപാട് ഞാൻ ഒന്നുകൂടെ ഇപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് പോകണം, അവിടെ പോയി ഒന്ന്. എനിക്ക് മതിയായില്ല അവിടെ ആ പുഴയിലൊക്കെ ഒന്ന് കുളിച്ചിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ കൊണ്ടുപോയ ബാലൻചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടൻ ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ പൊയ്ക്കുമെന്ന് പറഞ്ഞു. വർഷങ്ങൾ ഒരുപാട് പിന്നിലേക്ക് പോയി. ഒത്തിരി സന്തോഷമായി പോയിട്ട്. പിന്നെ എന്നെ കൂടെ കൂട്ടിയ ബാലൻചേട്ടൻ, എന്ത് പറയുമ്പോഴും അവരോടും കൂടി ഒരു നന്ദിയുണ്ട്. ബാലൻചേട്ടനും ഉമ്മച്ചേച്ചിക്കും ഒരുപാട് നന്ദിയല്ല, സ്നേഹമാണ്. നന്ദി പറയേണ്ട കാര്യമില്ല, കാരണം എനിക്ക് എൻ്റെ ഒരു സഹോദരനെയും സഹോദരിയെയും പോലെയുള്ള ആളുകളാണ് അവരൊക്കെ. അതിന് അവരോട് നന്ദി, കാരണം എന്നെയൊക്കെ സഹിച്ചു പോകണമെങ്കിൽ വലിയ പാടാണ്. അതുകൊണ്ട് അവർക്കും ഒരു വലിയ സന്തോഷം. പിന്നെ കൂടി ഉണ്ടായിരുന്ന ബാബുച്ചേട്ടൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോയത്. ഒരുപാട് ഒരുപാട് ഹാപ്പിയായി. പിന്നെയും ഞാൻ എൻ്റെ സുഹൃത്തു, ഇനി അടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഇത്ര വർഷം കഴിയുമ്പോൾ ഉണ്ടാകും നമുക്ക്. നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും പങ്കെടുക്കണം എന്നാണ് ഞാൻ പറയാം. ഹിന്ദുക്കളാണെങ്കിൽ പ്രത്യേകിച്ചും പോയി പങ്കെടുക്കണം. എന്താ ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് വൈബെന്ന് നമുക്ക് പറഞ്ഞറിയാം. ആ നിലയിലേക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ അങ്ങോട്ട് വിളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഈ ലേഡീസിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കുളിക്കാൻ മടി കാണിച്ചത്. പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സുഖസുന്ദരമായി എത്രയോ ആളുകളാണ് അവിടെ വന്ന് ക്ലീനായി കിടക്കുന്നത്. അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ആ പരിസരം മുഴുവൻ ക്ലീനാണ്. അവരിടയ്ക്ക് അനൗൺസ് ചെയ്യുന്നുണ്ട് വേസ്റ്റ് സാധനങ്ങളൊന്നും അവിടെ ഇടരുത് എന്ന്. അത് നല്ല കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മുടെ ആറുകളും നമ്മുടെ സ്ഥലങ്ങളും എല്ലാം വൃത്തിയായിട്ടിടാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മതി. അതിന് നമ്മൾ ഒരു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ആരെയും നമ്മൾ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും വിചാരിക്കുവാണെങ്കിൽ നമ്മളുടെ നാട് ഏറ്റവും വൃത്തിയായി. ഈ കർമ്മസേനയുടെ ഒന്നും ആവശ്യമില്ല. എന്തിനാണ് പാവപ്പെട്ട ജനങ്ങളെ പിഴിയാൻ വേണ്ടി അങ്ങനെ ഒരു കർമ്മസേന കൊണ്ടുവച്ചേക്കുന്നത്? നമ്മൾ നന്നായാൽ എല്ലാം നന്നാവും. സ്വയം നന്നാവാൻ നമ്മൾ ആദ്യം പഠിച്ചാൽ മതി, അപ്പം എല്ലാം നന്നാവും. അപ്പം ഞാൻ ഇന്നലെ അവിടെ പോയപ്പോൾ പഠിച്ചൊരു കാര്യം, ഞാൻ ശരിക്കും പറഞ്ഞാൽ സേവാഭാരതി, ഞങ്ങളുടെ നാട്ടുകാരുടെ ശ്രീ ചെറായിയൊക്കെ ഉണ്ട്, നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പറയും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു ഇത് സംഘടിപ്പിച്ച സംഘാടകരോടും ഒക്കെ ഒരുപാട് സ്നേഹവും നന്ദിയും എല്ലാം ഉണ്ട്. ഇനിയും ഇതുപോലെ ഇനി എത്ര വർഷം, 12 വർഷമൊക്കെ കഴിയണം എന്നാണ് പറയുന്നത്. ആ വർഷം അത്രയും നാളൊക്കെ ഞാനൊന്നും ജീവിച്ചിരിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഇന്നലെ കിട്ടി. അത് നിങ്ങളെയും കൂടിയൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ അയ്യപ്പൻ്റെ ശബരിമലയെക്കുറിച്ച് ഞാൻ ഒരു കുറ്റമോ നെഗറ്റീവോ പറഞ്ഞതല്ല, എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ നേരിക്കണ്ട, എനിക്ക് വിഷമായി ശരിക്കും പറഞ്ഞാൽ. സുകുമാരൻ നായർ പറഞ്ഞ അതേ ഡയലോഗ് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അതുപോലെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ സർക്കാരൊക്കെ ഈ എത്രയോ വരവുള്ള സ്ഥലമാണ് നമ്മുടെ ശബരിമല. അവിടെ നിന്നിട്ട് ഇട്ടേക്കുന്ന കാണുക. ഇനി അവിടെ ഇട്ടാൽ തന്നെ ഞാൻ പറയുന്ന ഇത്രയും വരവുള്ളതാണ്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിക്കൂടെ. അപ്പോൾ ദയവ് ചെയ്ത് ഞാൻ പറയാണ്, RSSകാർ സേവാഭാരതിയൊക്കെ നടത്തുന്ന ഒരു പ്രോഗ്രാമിലൊക്കെ ഇവരൊക്കെ ഒന്ന് പോയി കാണേണ്ടതാണ്. എങ്ങനെയാണ് ഇവരിത് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണ്ടുപഠിക്കേണ്ടതാണ്. നമ്മളല്ലാതെ കട്ടള കക്കാനും അവിടെ ഇരിക്കുന്ന ചെമ്പ് സ്വർണം കക്കാനൊന്നും അല്ല പോകേണ്ടത്. ഭഗവാന്റെ മുതൽ ഒരാളും ഞാൻ പറയുന്നു, നല്ല രീതിയിലല്ലാത്ത ഒരാളും ഞാൻ പറയുന്നു, അവസാനം നമ്മളിതൊക്കെ അനുഭവിച്ചിട്ട് തന്നെ കർമ്മ. ഈശ്വരനേക്കാൾ കൂടുതൽ പേടിക്കേണ്ടത് കർമ്മമാണ്. കർമ്മയെ നമ്മൾ പേടിച്ചേ പറ്റൂ. നമ്മളാരും ഹരിചന്ദ്രന്മാരൊന്നും അല്ല, തെറ്റ് ശരികളൊക്കെ ഉണ്ട്, അതിൽ ചേർന്നതാണ് നമ്മൾ മനുഷ്യൻ. എന്തായാലും അത് നടത്തിയ സംഘാടകരോടും പ്രത്യേകിച്ച് അതിൽ പങ്കെടുത്ത എല്ലാ സേവാഭാരതിക്കാരോടും ഒരുപാട് നന്ദി. പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യണം, കാരണം അവർ കാണണം, അവർക്കും ഒരു സന്തോഷം വേണ്ടേ. എന്താണ് അവർ ശരിക്കും ചെയ്യുന്നത് ആരും അറിയുന്നില്ല. സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സേവയായിട്ട് കാണുന്നത് കൊണ്ട് ആരും അറിയുന്നില്ല, ആരും ഇത് പബ്ലിസിറ്റിയും കൊടുക്കുന്നില്ല. അതാണ് സത്യം. ഒരു കൈ കൊണ്ട് കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത് എന്ന് പറയും, അത് ശരി തന്നെയാണ്. പക്ഷേ ഇന്ന് കാലഘട്ടം മാറി, നമ്മൾ ചെയ്യുന്നത് അറിയണം, എന്നാലേ മറ്റുള്ളവർക്ക് പ്രചോദനം ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോൾ രാവിലെ തന്നെ എനിക്ക് രാവിലെ ഉണ്ടായ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ടായ ഒരു അനുഭവം, ചെറിയൊരു അനുഭവം, ഞാൻ പേരൊന്നും പറയുന്നില്ല. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ആളില്ലാത്ത വീട്ടിലൊരു പട്ടിക്കുട്ടി ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. 3 കുട്ടികളുണ്ട് അതിന്. നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ആ പ്രസവിച്ച് കിടക്കുന്ന ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആ നായയാണെങ്കിലും
എന്താ പറയുക, ഭയങ്കര അനുസരണയുള്ളതാണ്, ഭയങ്കര സ്നേഹവും. ഇപ്പോൾ എനിക്ക് രാവിലെ ഞാൻ ഇന്നലെ വെളുപ്പിന് ഇവിടുന്ന് 4 മണിക്ക് എഴുന്നേറ്റ് വണ്ടി കയറാൻ പോയപ്പോൾ എൻ്റെ ഗേറ്റ് തുറന്നാൽ അപ്പം അറിയും, അമ്മയും മക്കളും കൂടെ ഓടി വരും. എന്നെ വണ്ടി കൊണ്ട് വിട്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതല്ല, ഞാനാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇപ്പോൾ കോടതിയോ പോലീസ് എൻ്റെ പറയുക വരുമെന്നാവും, എന്നാലും കുഴപ്പമില്ല, ഞാനത് നേരിട്ടോളാം. ഡെയിലി ഞാൻ ഭക്ഷണം മീനുമൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് കഴിക്കാനല്ല, ഞാൻ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണമൊക്കെ കൊടുക്കും. ഇന്ന് രാവിലെ തൊട്ട അയൽവാസി, പെരുന്നാളൊന്നും ഞാനിവിടെ പറയുന്നില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, തുള്ളൽ എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഓട്ടം തുള്ളൽ, ശീതങ്കം തുള്ളലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ തുള്ളൽ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. തുണി പൊക്കി പിടിച്ചിട്ട് വന്ന് 4, എന്നെ അല്ല പറഞ്ഞത്, എന്നെ പറയുന്നത് അടുത്ത് നിൽക്കുന്ന സ്ത്രീയോട് 4 തുള്ളലായിരുന്നു. എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആവുന്നത്? നമ്മളെല്ലാവരും പോകുന്ന ഒരു പിടി ചാരമായിട്ടാണ്. ഒരു മിണ്ടാപ്രാണിക്ക് ഇത്തിരി ഭക്ഷണം കൊടുത്തുകൊണ്ട് എന്താണ് തെറ്റ്? മിണ്ടാപ്രാണിക്ക് എന്നല്ല, ആർക്കും ഇത്തിരി ഭക്ഷണം കൊടുത്തുകൊണ്ട് നമുക്കതുകൊണ്ട് നന്മ തന്നെ ഉണ്ടാവുള്ളൂ, ഒരു സംശയവും ഇല്ല അക്കാര്യത്തിൽ. ഇന്നത്തെ മനുഷ്യൻ പെണ്ണിൻ്റെയും പണത്തിൻ്റെയും പിറകെ നെട്ടോട്ടമാണ്. അവസാനം അവൻ്റെ അന്ത്യോ, ഞാൻ പേരെടുത്ത് പറയാത്തതിന് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടതാണ്, എല്ലാവരും ഷോക്കായിപ്പോയതാണ്. സത്യം ഞാനടക്കം ഷോക്കായിപ്പോയി. എനിക്കന്ന് രാത്രി ഉറക്കവും കൂടി വന്നില്ല. എപ്പോഴും നമ്മളിങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് ഫീൽ ചെയ്യും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നമ്മൾ നെട്ടോട്ട് ഓടിയിട്ട്? ഇപ്പം ഞാൻ ഇൻബോക്സിൽ ഒരാളോട് സംസാരിച്ചുള്ളൂ, നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ നേടിയിട്ട് അവസാനം പോകുന്നത് ഒരു പിടി ചാരമായിട്ട്? എല്ലാവരും പോകുന്ന സ്ഥലത്തോട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പം എന്തിനിങ്ങനെ നെട്ടോട്ടോടുന്ന് വഴക്ക്, വാശി, വൈരാഗ്യം, എന്ത് കാര്യം? അപ്പം എന്നോട് ഞാൻ കാവ്യം എടുത്തിട്ടാന്ന് തോന്നുന്നു, ഇൻബോക്സിൽ എൻ്റെ 1-2 സുഹൃത്തുക്കൾ ചോദിച്ചു, സന്യാസി ഇനി ആയോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഞാനപ്പോൾ അതിന് മറുപടി അവിടെ കൊടുത്തു. ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സൊക്കെ സന്യാസി മൈൻഡിലേക്ക് പോയിട്ട് വർഷങ്ങളായി. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇന്ന് ജീവനോടെ ഉണ്ടാവില്ല. ആ ഒരു മൈൻഡിലേക്ക് പ്രാർത്ഥനയിലൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ഒരു സ്വാമീജിയുണ്ട് മധുരയിൽ. സ്വാമീജി എന്നോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളായിരുന്നു എന്ന് പറഞ്ഞു. സത്യമാണത്. അതായത് ഒരുപാട് ട്രാജഡികൾ വന്നിട്ട് അതെല്ലാം നമ്മൾ ചാടിക്കിടന്ന് പോന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സന്യാസി മൈൻഡൊക്കെ തന്നെയാണ്. കാവ്യം എടുക്കുന്നില്ല, വസ്ത്രത്തിലല്ലല്ലോ, നമ്മളുടെ മനസ്സാണ് എപ്പോഴും പ്രധാനം. സന്യാസി മൈൻഡാണ് ജീവിതത്തിൽ. ഇനി ഞാൻ പറയാം, അങ്ങനെ ഇനി എന്ത് ട്രാജഡി വന്നാലും 2 കൈ നീട്ടി സ്വീകരിക്കാനുള്ളൊരു മനക്കരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അനുഭവങ്ങളാണ് നമുക്ക് ഗുരു. അപ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാരെ, നമ്മൾ കുറേ പണം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പണം വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം, അതിൻ്റെ പിറകെ ഓടണ്ട, നമുക്ക് ജീവിച്ചു പോയാൽ പോരെ. ഒന്നിനോടും ആർത്തി വേണ്ട നമുക്ക്. ഇതൊന്നും ഒരു അഡ്വൈസ് അല്ല കേട്ടോ, ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങളാണ്. അതുകൊണ്ട് ആരും പൊങ്കാല ഇടാൻ വരണ്ട, നല്ല രീതിയിൽ പൊങ്കാല ഇട്ടു. മോശമായ പൊങ്കാലകളോട് എനിക്ക് താല്പര്യമില്ല. മാന്യമായ ഏത് വാക്കുകളും ഞാൻ സ്വീകരിക്കും. അപ്പോൾ അതൊരു കാണാത്തവർക്കായി പറഞ്ഞാൽ മനസ്സിലാവില്ല, അവിടെ പോയി തന്നെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ മനസ്സിലാവില്ല പറഞ്ഞാൽ. അപ്പോൾ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടി. പ്രത്യേകിച്ച് എൻ്റെ സേവാഭാരതി സഹോദരന്മാരോടും RSS സഹോദരന്മാരോടും ഒരുപാട് നന്ദി ഉണ്ട്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം, പക്ഷെ എന്നാലത് പറയാതിരിക്കാൻ വയ്യ. ഓക്കെ, നമസ്കാരം, നന്ദി, നമസ്കാരം.